അജിത്ത്, ഏത് സംസ്ഥാനത്തിനോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എയിംസ് നൽകണമെങ്കിൽ കേന്ദ്ര മാനദണ്ഡങ്ങളുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? കേരളം അതൊക്കെ പാലിച്ചോ? കൃഷ്ണരാജ്, ഏതൊരു സംസ്ഥാനത്തും എയിംസിൻ്റെ പ്രഖ്യാപനം വരണമെങ്കിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്ന്, ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ, തത്വത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 3 മുതൽ 4 വരെ സ്ഥലങ്ങൾ കണ്ടെത്തണം. ഈ 3 മുതൽ 4 വരെയുള്ള സ്ഥലങ്ങൾ ഓരോന്നും 200 ഏക്കറെങ്കിലും ഭൂമിയുള്ള സ്ഥലങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ ഇവിടേക്ക് 4 വരി പാതയുടെ കണക്ടിവിറ്റി ഉണ്ടാകണം. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കൃത്യമായിട്ടുള്ള കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾക്ക് വൈദ്യുതി ശൃംഖലയുടെ കണക്ടിവിറ്റി, ഇതെല്ലാം വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഏതൊരു സംസ്ഥാനത്തും എയിംസുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായിട്ടുള്ള പരിഗണനകൾ വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ 3 4 സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടേക്കുള്ള കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും റെയിൽവേയും വൈദ്യുതിയും റോഡും അടക്കമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യും. പക്ഷേ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഈ മുഖ്യമന്ത്രി അടക്കം പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിൽ ചില വ്യവസ്ഥാ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് 4 സ്ഥലങ്ങൾ നിർദ്ദേശിക്കണമെന്ന് വന്നപ്പോൾ അത് 2017 കേന്ദ്രത്തിന് കേരളം നൽകിയിരിക്കുന്ന ശുപാർശയിൽ ആകെ ഒരു സ്ഥലം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് കോഴിക്കോട് ജില്ലയിലെ ഈ കിനാലൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടേക്കുള്ള വ്യവസ്ഥകൾ തന്നെ നമ്മൾ ഇനി നോക്കുമ്പോൾ അവിടെ 200 ഏക്കറോളം സ്ഥലം നിലവിൽ KSIDCയുടെ കയ്യിൽ ഉള്ള സ്ഥലത്തിന് 151 ഏക്കർ മാത്രമാണ് ഉള്ളത് എന്നുള്ളതും 2017 ഈ പറയുന്ന രീതിയിൽ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള ശുപാർശയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2024 കാലത്തെ ഒരു വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാണ്. അതായത് പറഞ്ഞിരിക്കുന്ന സ്ഥലം പോലും കൃത്യമായ അളവിൽ അവിടെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. രണ്ടാമത്തേത്, ഇവിടേക്കുള്ള റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 4 വരി പാത എന്നുള്ളത് അവിടെ ഒരു സ്വപ്നം മാത്രമായി നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തേക്കുള്ള റോഡിൻ്റെ സാധാരണ വികസനം പോലും അവിടെ പ്രാദേശികമായ ചില തർക്കങ്ങളെ തുടർന്ന് അത് ഒഴിവാകെ പോകുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ വളരെ ഉള്ളിലുള്ള പ്രദേശമാണ്. അവിടെയും ഈ കുടിവെള്ളം, വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴും കാര്യമായിട്ടുള്ളൊരു വികസന പ്രവർത്തനം ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2014 കേരളം ഏതാണ്ട് 4 സ്ഥലങ്ങളാണ് ആകെ ഈ എയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ 2017 വരുമ്പോഴേക്കും ഈ വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടാവുകയും അത് കിനാലൂർ എന്ന് പറയുന്ന ഏക പ്രദേശത്തേക്ക് മാത്രമായി ചുരുങ്ങുകയും ചെയ്തിരിക്കുന്നു. അതാണ് പ്രജിത്ത് ഒരു സംശയം. 2014 കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശയിൽ 4 ഇടങ്ങളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ നെട്ടുകാൽത്തേരി, അവിടെ 263 ഏക്കറുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കൈവശമുള്ള 248 ഏക്കർ. മറ്റൊന്ന് എറണാകുളം HMTയുടെ 200 ഏക്കർ. പക്ഷേ 2017 ആകുമ്പോൾ സൗകര്യങ്ങളില്ലാത്ത കിനാലൂരിലേക്ക് മാത്രമായി അത് ഒതുങ്ങിയതെങ്ങനെ? മറ്റ് 3 ഇടങ്ങൾ അപ്രത്യക്ഷമായതെങ്ങനെ? സ്വാഭാവികമായും അതിന് പിന്നിൽ ചില രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇപ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ച നെട്ടുകാൽത്തേരിയിലെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 264 ഏക്കർ വരുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിന് കയ്യിലുള്ള നെയ്യാർ ഡാമിന് പരിസരത്തായതിനാൽ തന്നെ കുടിവെള്ള സംവിധാനം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലം, വൈദ്യുത ശൃംഖലയുമുണ്ട്, സ്റ്റേറ്റ് ഹൈവേക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി അനുകൂല ഘടകങ്ങളുള്ള നെട്ടുകാൽത്തേരി, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം, ഒപ്പം ഈ പറയുന്ന എറണാകുളത്തെ HMTയുടെ സ്ഥലം, ഈ സ്ഥലങ്ങളെല്ലാം ഒഴിവാക്കിയാണ് ഈ കിനാലൂരിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ തന്നെ നമുക്ക് സർക്കാർ ആത്മാർത്ഥതയോടെയാണ് കിനാലൂരിലെ ഈ സ്ഥലത്തെ എയിംസ് കൊണ്ടുവരാൻ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 2014 ഇപ്പോൾ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഒരു 10 പതിറ്റാണ്ടെങ്കിലും കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പോഴും ആ പ്രദേശത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു വികസന പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. സ്വാഭാവികമായും ഇവിടെയാണ് ഞങ്ങൾ എയിംസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലൊരു എയിംസ് ഉണ്ടെങ്കിൽ അത് കിനാലൂരിലായിരിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, കുടിവെള്ള സംവിധാനം മെച്ചപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ശൃംഖലയുടെ കാര്യത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഇത്രയധികം കാലമായിട്ടും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം ഈ സ്ഥലം കേന്ദ്രത്തോട് നൽകിയിരിക്കുന്ന ശുപാർശക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം പോലും അത് 2017 2022 2 സംസ്ഥാന സർക്കാരിൻ്റെ ഓർഡറുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പറയുന്നത് ഏതാണ്ട് 151.58 ഏക്കർ സ്ഥലം മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. മറ്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില വിജ്ഞാപനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടുത്തുകാരും പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രദേശം സാമൂഹിക ആഘാത പഠനം പോലും നടത്താത്ത ഒരിടമാണെന്ന് മനസ്സിലാക്കുന്നു. വിവരാവകാശ രേഖകൾ അങ്ങനെയാണ് പറയുന്നത്. പ്രാദേശികമായ എതിർപ്പുകൾ റോഡ് നിർമ്മാണത്തിൽ അടക്കം നേരിടേണ്ടി വരുന്നു. അതവിടെ നിൽക്കട്ടെ, ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ.
ചിലത് നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്താണത്? പിറവം ഡെവലപ്മെന്റൽ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘടന കോട്ടയം പിറവം കേന്ദ്രീകരിച്ച് എറണാകുളം പിറവം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും അതോടൊപ്പം തന്നെ കാസർഗോഡ് എയിംസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുമൊക്കെ ഈ ഏകപക്ഷീയമായി കിനാലൂരിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ 1-2 തവണ കോടതി ആ കേസ് പരിഗണിക്കുകയും ഈ 2 തവണയും കോടതി ആവർത്തിച്ച് ചോദിച്ചത് ഇപ്പോൾ കേരളത്തിൽ എവിടെ എയിംസ് വരുന്നതിലും കോടതിക്ക് ഒരു നയപരമായ തീരുമാനത്തിനാൽ അതിൽ കോടതി ഇടപെടുന്നില്ല. പക്ഷേ അറിയേണ്ടത് ഈ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള എയിംസുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ 2 തവണ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്തും ഈ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിന് കൃത്യമായി ഇത്തരത്തിലൊരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത്. കോടതിയുടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണം നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം കോടതി എടുത്തു പറയുകയാണ്, there is no clear answer to the query as to whether this site selection is in conformity with the guidelines issued by central government എന്ന കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണോ ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ? മാത്രമല്ലല്ലോ പ്രജിത്ത്, ഒരവസരം കൂടി തരാമെന്നും കോടതി പറയുന്നു. ഒരു മുന്നറിയിപ്പ് പോലെയാണ് കൃഷ്ണരാജ് കോടതി സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഒരവസരം കൂടി നൽകാം എന്നുള്ളതാണ് അവസാനമായി കേസുമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിച്ചപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് പറയുമെന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴും സംസ്ഥാനത്തെ ഹൈക്കോടതിക്ക് പോലും സംസ്ഥാന സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര മാനദണ്ഡങ്ങൾക്കാണ് അനുസരിച്ചാണ് നടന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അത്തരം ഒരു കാര്യം കൃത്യമായി കോടതി അറിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വീഴ്ചകൾ. ശരി.